ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീം കേക്കാണ്. സാന്റാക്ലോസിന് ഫേസ് വരുന്നത് അങ്ങനത്തെ ഒരു തീം കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ എഗ്ലെസ് സ്പഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്ന് കാണിച്ചേക്കാം. ഇതിൻ്റെ വീഡിയോ ഇതിനകത്ത് കേക്ക് ഉണ്ടാക്കുന്നതും പിന്നെ ഐസിങ് ചെയ്യുന്നതും എല്ലാം ഡെക്കറേഷൻ ഡിസൈൻ ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കാം എങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദയും 1 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളി ഉപ്പും ഇട്ട് 3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞു വെക്കണം. അതിന് ശേഷം നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിന് നമുക്ക് 1 കപ്പ് തൈരും 1 കപ്പ് പൗഡർ ഷുഗറും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. തൈര് എടുക്കുമ്പോൾ ക്യാനിൽ തൈര് വേണം എടുക്കാനായിട്ട്, പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. തൈരും പഞ്ചാരയും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ മിക്സ് ആക്കി കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മിക്സായി വരുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഫ്രണ്ട്സ്, എൻ്റെ കേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത് എന്താ കേക്കാണ് വേണ്ടത് കാണേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊക്കെ എണ്ണയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഒരു സൈഡിൽ തന്നെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. പതുക്കെ മിക്സ് ആക്കാവുള്ളൂ. ഇത് ഞാൻ വീഡിയോ സ്പീഡിലാക്കിയിട്ട് കാരണം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പെട്ടെന്നൊട്ട് ചെയ്യുന്നു. ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സൈഡിൽ തന്നെ ഇട്ട് പതുക്കെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഓവനൊന്ന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, 10 മിനിറ്റിന് വേണ്ടി. പിന്നെ ഇതിനകത്താണെങ്കിൽ ഇടയ്ക്ക് ഞാനൊരു ക്രഷ് ചേർക്കുന്നുണ്ട്. ബ്ലൂബെറി ക്രഷ് ഫ്ലേവർ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ല, സ്പഞ്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള പോലെ തന്നെയാണ് ആദ്യം ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ സ്പഞ്ചൊക്കെ എഗ്ലെസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി കേക്കാണത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അങ്ങനെ നമ്മൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ 8 ഇഞ്ചിന് കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പരന്ന് ട്രേ എടുത്തേക്കുന്നത്. അത് ഓയിലിട്ട് പിന്നെ മേതങ്ങ് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാന്റാക്ലോസിന് ഫേസ് വരാനായിട്ട് ഇച്ചിരി വലിയ പരന്നൊരു പാത്രം വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ ചെറുതായിട്ട് എടുത്താൽ മതി, ടോൾ കേക്ക് പോലെ ഉണ്ടാക്കാനാണെങ്കിൽ. ബാറ്ററൊക്കെ അകത്ത് ഒഴിച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നല്ല തണുത്തതിന് ശേഷം വേണം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ക്രീം ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം അതിനകത്ത് നമുക്ക് ഈ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പിനകത്ത് ഞാൻ ഈ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഫില്ലിങ്ങിനകത്ത് ഞാനിത് ഇടുന്നില്ല. നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ഇത്രയും കൊണ്ട് തന്നെ വരും. പിന്നെ ഓവറായിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്തതിന് ശേഷം വേണം ക്രീം വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാൻ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ക്രീം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഫൈനൽ കോട്ട് ഞാൻ ചെയ്യുന്നത് വൈറ്റ് ക്രീം അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നോർമലായിട്ടുള്ള വൈറ്റ് ക്രീമിനകത്ത് തന്നെ ഞാൻ ഫ്ലേവർ ഇടുന്ന കേക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് ക്രീമൊക്കെ ഒന്ന് പരട്ടി കൊടുക്കാം. നമുക്ക് ഇതിനകത്തൊന്ന് ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ചെടുത്തതിന് ശേഷം സൈഡിലൊക്കെ ഗ്യാപ്പൊക്കെ കാണുന്നൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം ഷുഗർ സിറപ്പും കൊണ്ട് സോക്ക് ചെയ്യാനായിട്ട്. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ വെനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. അത് ഞാൻ മറന്നുപോയി. അത് ഇതിനകത്ത് കാണിക്കാനായിട്ട് വീഡിയോ വന്നില്ല. അത് കാരണമാണ് പറഞ്ഞേക്കുന്നത്. 1 സ്പൂൺ നിങ്ങളകത്ത് വെനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാനായിട്ട്.
നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം അതും കൂടെ നമുക്കൊന്ന് ഐസിങ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതും നമുക്കൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതും നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഒരു ഫ്രിഡ്ജിൽ നമുക്ക് 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഗ്യാപ്പകത്ത് കാണുന്നതെല്ലാം നമ്മളിപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ വെക്കുന്നതിന് മുന്നേ കേക്ക് ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട്. ഞാനാണെങ്കിൽ ബാക്കിയുള്ള ക്രീമും കൂടെ പെരട്ടി ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാവുന്നത് പിന്നെ അതും കൂടെ സെറ്റായതിന് ശേഷം വൈറ്റ് ക്രീമും കൊണ്ട് ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് പെരട്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി ഓവറായിട്ട് ഇടുന്നില്ല. ബാക്കിയുള്ള ക്രീം ഞാൻ ആദ്യത്തെ ക്രഷ് പെരട്ടി വെച്ചിരുന്നു, അത് ഞാൻ പെരട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ട് ഓവർ ക്രീം ആവാതിരിക്കാനായിട്ട് ലൈറ്റായിട്ട് വെള്ള ക്രീം പെരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പെരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേക്കൊന്ന് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് എവിടെയെങ്കിലും ക്രീം കുറവാന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ പെരട്ടി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കേക്ക് കൊമ്പും കൊണ്ട് നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് സ്കിൻ കളർ ആക്കാനായിട്ട് പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ 1 ഡ്രോപ്പ് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, ലെമൺ യെല്ലോ. പിന്നെ അത് കുറച്ചാന്ന് തോന്നിയപ്പം ഒരു ഡ്രോപ്സ് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്കിൻ കളർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്കിൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഫേസ് ഇതുപോലെ ചെയ്ത് കൊടുക്കണം, സർക്കിളായിട്ട് ഇത്ര പോലെ. അത്ര ക്ലിയർ ആയെന്നറിയത്തില്ല, എന്നാലും ഒരു ഇതൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കതിൻ്റെ ക്യാപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് റെഡ് കളറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീമൊക്കെ റെഡ് കളർ ആക്കിയതിന് ശേഷം പൈപ്പിംഗ് ബാഗ് നിറച്ചിട്ട് നോസിലൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ അതിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റാർ നോസിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോർഡറും ക്യാപ്പിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ക്യാപ്പിന് താഴെ ഇതുപോലെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. പിന്നെ
ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ക്രീമും കൊണ്ട് അതിൻ്റെ പിരിയും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. അതിന് ശേഷം അതുപോലെ തന്നെ അതിൻ്റെ മീശയും പിന്നെ റെഡ് കളറും കൊണ്ട് അതിൻ്റെ വായും ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുക. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കണക്ക് ക്രീമും കൊണ്ട് തന്നെ അതിൻ്റെ ഇതുപോലെയൊക്കെ ദാടിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ഈ കേക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.